ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നിരിക്കുന്ന ഇത്താക്ക, US പെട്രോൾ, കാലി, ഈ ടീം അംഗങ്ങളെയും അതിൻ്റെ മാനേജ്മെൻറ്റ് അംഗങ്ങളെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ SLC പഠിക്കുന്ന സമയത്ത് 2 മാസം ശരിക്കും നമുക്ക് ഒരു പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 മാസം മുമ്പ്, SLC കഴിഞ്ഞിട്ടുള്ള 2 മാസം മുമ്പ് ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത്. അവിടെ പോയിട്ട് സ്റ്റിച്ചിങ്, ഡിസൈനിങ്, ഫാഷൻ ഡിസൈൻ എന്ന് പറയുന്നത് ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 മാസം ശരിക്കും എനിക്ക് ബേസ് കിട്ടിയിട്ടുള്ളത് എങ്ങനെ ഷർട്ട് അടിക്കാൻ പറ്റും, എങ്ങനെ പാൻറ്റ് അടിക്കാൻ പറ്റും, എങ്ങനെ ഒരു ലേഡീസിൻ്റെ വെയർ, ടോപ്സ്, പേപ്പറും കുറേ നമ്മളെ മല്ല് എന്ന് പറഞ്ഞ തുണിയുണ്ട്, ആ തുണി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ബേസ് തുടങ്ങുന്നത് ശരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു പാഷനായിട്ട് വരുന്നത്. പിന്നെ കോളേജ് പഠിക്കുന്ന നമ്മൾ റിലേറ്റീവിൻ്റെ ഷോപ്പുണ്ട്, അവിടെ പോയി നിൽക്കും രാവിലെ. അതേപോലെ തന്നെ വൈകിട്ടും കോളേജെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരെ ഉണ്ടാവുക, ആ ഷോപ്പിലുണ്ടാവുക. അതിന് ശേഷം 2000-ലാണ് നമ്മൾ പ്രീതി സെൻറ്റർ എന്നുള്ള സംഭവം, പഴയ കാലത്ത് തിയേറ്ററായിരുന്നു, ആ തിയേറ്റർ പൊളിച്ച് ഡിമോളിഷ് ചെയ്തിട്ട് അവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ പണിതു. അതിൻ്റെ അകത്ത് പ്രീതി സിൽക്സ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ 2002-ലാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് ഏകദേശം 1000-കണക്കിന് ആൾക്കാർ നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനും അതിലുപരി നമ്മുടെ ലിവിങ് സ്റ്റൈൽ പോലും മാറ്റാനും ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയോട് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്താൻ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് കഴിയും. അതിന് ഇന്ത്യയിൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പുതിയ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാൻ ആഗ്രഹം അതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബേസ് ഡിസൈനിങ് മുതലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് 2002 ഷോറൂം ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഫറൂഖിലാണ് ബേസ്, പിന്നെ കൊണ്ടോട്ടി, മലപ്പുറം, പാലക്കാട്, ചാവക്കാട്, കോഴിക്കോട് എന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ ശരിക്കും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തതുമാണ്. എൻ്റെ കൂടെ എപ്പോഴും അറിയുന്ന ആൾക്കാർക്ക് പോലും സ്റ്റിച്ചിങ് എനിക്ക് അറിയാമെന്നുള്ളത് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. എക്സാക്ട്ലി